കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പിണറായി വിജയനാണെന്നേ പറയുള്ളൂ. 4-5 ലക്ഷങ്ങൾ ഒരു രാത്രിക്ക് മുടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഭയമുണ്ടോ തുറന്നു പറയുന്നില്ല? 2016 പിണറായി വിജയനല്ല 17-ലായത്, 18-ലായത്, 19-ലായത്. പിണറായി വിജയനെ നേരിട്ട് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അത് സംസാരിക്കാൻ അത്ര മടി കാണിക്കേണ്ട കാര്യമുണ്ടോ? 2016 മുതൽ 2021 വരെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 80% കാര്യങ്ങളും ഞാനായിട്ട് എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കി എടുത്ത് എഴുതി കൊടുത്ത കാര്യങ്ങൾ. ഞാനില്ലാതെ ഒരിക്കലും അദ്ദേഹം കേരളം വിട്ടുപോയിട്ടില്ല. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു ദിവസം മുഴുവനായിട്ടും ചർച്ച ചെയ്യാറുണ്ട് ഈ കാര്യങ്ങൾ. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ ചിലർ പറയുന്നു പിണറായി വിജയന് ഞങ്ങളുടെ തെലങ്കാന ഫാക്ടറിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ സാമ്പത്തികം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഗോസിപ്പ് കേൾക്കുന്നുണ്ട് മോദിയുമായിട്ടും അമിത്ഷായിട്ടും ഒക്കെ അടുത്ത ബന്ധമാണ്. BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടു എങ്കിൽ ഏറ്റവും ആദ്യം അറിയുന്നത് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ്. സംഘപരിവാറിന് ചുവടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് 2020 എന്നുള്ള ആരോപണമുണ്ട്. ഇനി BJPയുടെ നേതാക്കന്മാർ രാജഗോപാൽ ഇവരൊക്കെ കുടുംബ സുഹൃത്തുക്കളായിട്ടിരുന്ന ആളുകളാണത്. അപ്പോൾ ഇന്ന പാർട്ടി എന്നല്ല. ഇപ്പോൾ നമ്മുടെ പാണക്കാട് ശിഹാബ് തങ്ങൾ, പുള്ളി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35 ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് ചികിത്സ നടത്തിയിട്ടുള്ളവരാണ്. 2020 പാർട്ടി അധ്യക്ഷനും കിറ്റക്സ് MD-യുമായ സാബു M. ജേക്കബാണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ. നമസ്കാരം. ഒരു പഞ്ചായത്തിൽ തുടങ്ങി ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചൈത്രയാത്ര തുടരുകയാണ് 2020. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ? തദ്ദേശ ഇലക്ഷനിൽ എന്താണ് തയ്യാറെടുപ്പ്? ഞങ്ങൾ ആക്ച്വലി ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു പ്രസ്ഥാനമല്ല 2020 എന്ന് പറയുന്നത്. പക്ഷേ 2015 ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ മത്സരിക്കേണ്ടതായിട്ട് വന്നു. 19 17 സീറ്റ് പിടിച്ച് ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ വിജയിച്ചു. അങ്ങനെ 5 വർഷം ഞങ്ങൾ ഭരണം നടത്തി. അവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങൾ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് അതിനുള്ള മുൻ പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങിപ്പോയത്. അത് 5 വർഷം ഞങ്ങൾ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് കിഴക്കമ്പലത്തിനെ മാറ്റിയതിന് ശേഷം 13,57,00,000 രൂപ ഞങ്ങൾക്ക് സ്ഥിര നിക്ഷേപം ഇടാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സക്സസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സമീപ പഞ്ചായത്തുകളെല്ലാവരും ആവശ്യപ്പെട്ടു ഇവിടെയും 2020 വരണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ 2020 സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 5 പഞ്ചായത്തിൽ മത്സരിച്ചു. ഈ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ചില പഞ്ചായത്തുകൾ പ്രതിപക്ഷം പോലുമില്ല, 14 സീറ്റും മേടിച്ചു എന്നുള്ളതാണത്. ഇന്നിപ്പോൾ ഞങ്ങൾ 10 വർഷത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഇന്നിപ്പോൾ ഈ അടുത്ത 3ാമതൊരു തെരഞ്ഞെടുപ്പിട്ട് വരികയാണ്. ഈ സമയത്ത് ഈ 4 പഞ്ചായത്തുകളിലും കൂടിയിട്ട് ഞങ്ങൾക്ക് 50 കോടി രൂപ നീക്കിയിരിപ്പ് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണത്. അപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചത്, ശരാശരി ഒരു പഞ്ചായത്തിൽ, അതായത് കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ അഴിമതി ഇല്ലാതെ ഭരണം നടത്തിയാൽ ഒരു 2 കോടി മുതൽ 3 കോടി രൂപ വരെ നമുക്ക് മിച്ചം നീക്കിവെക്കാൻ സാധിക്കും. അതായത് കേരളത്തിലെ 941 പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഏതാണ്ട് 5000 കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഭരിക്കുന്നവർ ഒരു വർഷം അടിച്ചു മാറ്റുന്നത് 5000 കോടി രൂപയാണത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം കുറച്ചുകൂടി വിപുലമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഏതാണ്ട് 60 പഞ്ചായത്തുകളിൽ, അത് 7 ജില്ലകളിലായിട്ടാണത്. കൊല്ലത്ത് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, പത്തനംതിട്ട മത്സരിക്കുന്നുണ്ട്, കോട്ടയത്ത് മത്സരിക്കുന്നുണ്ട്, ഇടുക്കിയിൽ മത്സരിക്കുന്നുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, എറണാകുളമുണ്ട്. അപ്പോൾ അങ്ങനെ 60 പഞ്ചായത്തുകൾ കൂടാതെ 4 മുനിസിപ്പാലിറ്റികൾ, തൃപ്പൂണിത്തുറ, മരട്, ആലുവ, തൃക്കാക്കര,
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തവണത്തെ ഞങ്ങളുടെ ഒരു മത്സരം എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണത്. നമുക്കറിയാം, ഈ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ്. അപ്പോൾ പക്ഷേ ഒരു 30 വർഷം നമ്മൾ പിന്നോട്ടെടുത്തു കഴിഞ്ഞാൽ ഒരു വികസനവും നടക്കാത്ത, ഒരു മാറ്റവും സംഭവിക്കാത്ത ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ. ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിക്കുന്നു, പക്ഷേ ഒരു മാറ്റവും കൊച്ചിക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ ഒരു പഠനത്തിൽ കൊച്ചിയിൽ ശരാശരി ഒരു 75 കോടി മുതൽ 100 കോടി വരെ ഒരു വർഷം അവിടെ ഭരിക്കുന്നവരടിച്ചു മാറ്റുന്നുണ്ടത്. അപ്പോൾ കൊച്ചിയുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കൊതുക് ശല്യം, മാലിന്യം, വെള്ളക്കെട്ട്, ട്രാഫിക് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം. ഇതൊന്നും പരിഹരിക്കാൻ ഇവിടെ ഭരിക്കുന്നവരാരും ശ്രമിച്ചിട്ടില്ല, അവർ ശ്രമിക്കുകയുമില്ല. അതിൻ്റെ കാരണം തന്നെ ഇതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അഴിമതി നടത്താനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൊച്ചിയിൽ ഇടത് വന്നാലും വലത് വന്നാലും ഒരു മാറ്റവും സംഭവിക്കാത്തത്. അപ്പോൾ കൊച്ചിയെ ഒന്ന് മാറ്റണം. ഈ കൊച്ചി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും നല്ലൊരു സിറ്റിയായിട്ട് മാറ്റണം. കൊച്ചിയുടെ പ്രശ്നം ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് കൊച്ചിയിൽ ഞങ്ങൾ 76 സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾ 35 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള ആളുകളുടെയും പബ്ലിഷ് ചെയ്യും. അങ്ങനെ 76 സീറ്റിൽ നിന്ന് മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ. ഈ പൊതുവെ 2020യെ കുറിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനങ്ങൾ അതീതമൊന്നും അല്ലല്ലോ 2020. പലതരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കൊടും വിഷമാണ് 2020 എന്നുള്ളൊരു ആരോപണം. ഈ ആരോപണത്തെയൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ ഈ 2020യുടെ വരവോട് കൂടിയിട്ട് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോയി എന്നുള്ളതാണത്. ഇതിനു മുമ്പുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇടത് ഭരിക്കുന്നു, വലത് ഭരിക്കുന്നു, അല്ലെങ്കിൽ BJP ഭരിക്കുന്നു. ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇവരെല്ലാവരും ഒരുപോലെയാണ്, പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെയാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയും അതിന് മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു ഭരണശൈലിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ 2020 എല്ലാവർക്കും ഭയമായി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പല രീതിയിലുള്ള ആരോപണങ്ങൾ, ആദ്യം തുടങ്ങിയിടയ്ക്ക് കോർപ്പറേറ്റ് ഭരണം എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചത്, പിന്നെ ഏകാധിപത്യ ഭരണമായി, അത് ബ്രിട്ടീഷ് ഭരണമായി, CSR ഭരണമായി. അപ്പോൾ പല രീതിയിൽ ഇവർ ആക്ഷേപം നടത്തിയിട്ടും ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചില്ല എന്നുള്ളതാണത്. ഒരു പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം വിജയം വരിക്കുന്നു. ഇപ്പോൾ ഈ തവണയും ഞങ്ങൾ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിട്ട് പോകുമ്പോൾ അവർ അതിനെ തടയിടാനായിട്ട് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിലൊന്നാണത് ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടും വിഷമാണെന്നൊക്കെ. എനിക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാനുള്ളത്, ഇവർ ഈ ആക്ഷേപങ്ങൾ ആർക്ക് വേണമെങ്കിലും ആരെപ്പറ്റിയും പറയാം. പക്ഷേ ഞങ്ങളിപ്പോൾ 13 വർഷമായി ഈ പ്രദേശങ്ങളിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ നാടിന് എന്തെങ്കിലും ദൂഷ്യമുണ്ടായതായിട്ട് ഇവർക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണത്. ചിലർ വർഗീയപരമായിട്ട് ഞങ്ങളെ മാറ്റും. BJPയുടെ B ടീമാണെന്ന് പറയും, ചിലപ്പോൾ CPMൻ്റെ B ടീമാണെന്ന് പറയും, ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഇത് പരസ്പരം ഇവർ ഒരു ധാരണയിൽ ഇവരെല്ലാവരും കൂടി ഞങ്ങളെ ആക്രമിക്കുന്നു എന്നേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. സംഘപരിവാറിന് ചുവടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് 2020 എന്നുള്ള ആരോപണമുണ്ട്. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 മതവിഭാഗങ്ങൾ ഏതാണ്ട് തുല്യ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം നമുക്കിപ്പോൾ പോപ്പുലേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വിഭാഗം കൂടുതലായിരിക്കാം.
പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 3 മതവിഭാഗങ്ങളെയും നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത അവിടെ അയച്ചുവിടുക. അതിപ്പോൾ എല്ലാ പാർട്ടീനെയും ഇപ്പോൾ CPM BJPയുടെ ബി ടീമാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാത് സമയത്ത് സൗകര്യങ്ങളനുസരിച്ച് ഓരോ പാർട്ടിയും വോട്ട് മേടിക്കാനായിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അകത്താൻ അല്ലെങ്കിൽ അവരിലൊരു വെറുപ്പുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് BJP. ഞങ്ങൾ ഈ പറയുന്നതല്ലാതെ ഞങ്ങൾ BJPയുമായിട്ട് ആരെ കണ്ടു, ആരുമായിട്ട് സംസാരിച്ചു, ഇതൊന്നും പറയാതെ BJPയുടെ ബി ടീമാണ്. ഞാൻ ഈ പറയുന്ന ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് BJPയുടെ ഒരു ജില്ലാ നേതാവ് എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ളൊരു ആക്ഷേപം നടത്തുകയുണ്ടായി. ഞാൻ അതിന് തിരിച്ചും മറുപടി നൽകണ്ടായി. അന്നാണ് ഞാൻ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ കാണുന്നതും അറിയുന്നതും. അപ്പോഴാണ് മനസ്സിലാക്കിയത് BJPക്ക് എറണാകുളം ജില്ലയിൽ 3 ജില്ലാ നേതാക്കന്മാരുണ്ടെന്ന്. ഞാൻ ഇതുവരെ ധരിച്ചിരുന്ന ഒരു ജില്ലയിൽ ഒരു നേതാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിലൊരു ജില്ലാ നേതാവാണ് ഇതുപോലെ ആക്ഷേപം ഉന്നയിച്ചത്. അതല്ലാതെ ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരാൾക്ക് പോലും 2020 പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാരവാഹികളോ സാബു ജേക്കബോ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ എവിടെയെങ്കിലും വെച്ചിട്ട് ഡൽഹിയിൽ വെച്ചിട്ടോ, ഞാൻ ഡൽഹിയിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷമെങ്കിലായിട്ടുണ്ടാവണം. ഇനി അല്ലെങ്കിൽ കേരളത്തിൽ ഇവരുടെ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്, അമിത്ഷാ വരുന്നുണ്ട്, മോഡിജി വരുന്നുണ്ട്, വലിയ വലിയ നേതാക്കന്മാരൊക്കെ. ഇവരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയുള്ളത്? ഞാൻ എവിടെ പോയാലും അറിയാൻ പറ്റില്ലേ? എൻ്റെ ഫോണല്ല ഇവർ ടാപ്പ് ചെയ്യുന്നതാണത്. എൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കി അറിയാൻ പറ്റില്ലേ? അപ്പോൾ ആധികാരികതയില്ലാതെ വെറുതെ ഒരു ആളെ പറ്റി ആക്ഷേപം ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു ഗോസിപ്പ് കേൾക്കുന്നുണ്ട്, മോദിയുമായിട്ടും അമിത്ഷായിട്ടും അടുത്ത ബന്ധമാണെന്ന്. ഗോസിപ്പാണ് കേട്ടോ, ഞാൻ അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചേ. ഞാൻ പറയുന്നത് സത്യം എന്താന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഈ പറയുന്നവർക്ക് അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വർഗീയത ഇളക്കി വിടുക. അതല്ലാതെ ഞാൻ മോഡിജിയെ കണ്ടെന്നോ അല്ലെങ്കിൽ അമിത്ഷായെ കണ്ടെന്നോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടു എങ്കിൽ ഏറ്റവും ആദ്യം അറിയുന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളാണ്. കാരണം ഇവരൊക്കെ നമുക്കങ്ങനെ ആർക്കും ഏത് സമയത്തും ചെന്ന് കാണാവുന്ന ആളുകളല്ല. അപ്പോൾ അവരെ ആരൊക്കെ കാണാൻ വരുന്നുണ്ട്, അവരെ അവിടെ വന്നു പോകുന്ന ആരൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ആധികാരികതയും ഇല്ലാതെ എന്തെങ്കിലും അധിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിടുക, അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിൽ. തുടക്കകാലത്ത് കോൺഗ്രസുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ മുതലാണ് കോൺഗ്രസുമായിട്ടൊന്ന് തെറ്റിയത്? ഇതിൽ ഈ പല ആളുകളും പറയുന്നുണ്ട് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് തെറ്റിയത് കൊണ്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റിയത് കൊണ്ടാണ്, ഞാൻ പിണറായി വിജയനുമായിട്ട് അടുപ്പമായിരുന്നു പിന്നീട് അത് ഉടക്കി എന്നെല്ലാം പറയുന്നുണ്ട്. 2020 സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, ഈ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇവിടെ ഭരിച്ച് ഈ കേരളം കട്ടുമുടിച്ച് സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം, നമ്മളാൽ ആകുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരോട് ആരോടും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ഒരു നേതാക്കന്മാരോടുമില്ല. പക്ഷേ ആശയപരമായിട്ട് ഇവരുടെ പ്രവൃത്തികളും ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോൾ LDF ഭരിക്കുന്നു, പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷമാണെങ്കിലും പല കാര്യങ്ങളും ഇവരൊറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ പറ്റി ഇവർ ചൂണ്ടിക്കാണിക്കുന്നില്ല, പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച് വിഡ്ഢികളാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും ആര് എന്ത് അഴിമതി ചെയ്താലും
കൊള്ളരുതായ്മ ചെയ്താൽ ഞാൻ അതിനെ എതിർക്കുന്നു. അല്ലാതെ എനിക്കിപ്പോൾ കോൺഗ്രസിനോട് പ്രത്യേകിച്ച് എതിർപ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോട് പ്രത്യേകിച്ച് എതിർപ്പോ BJPയോട് അങ്ങനെ ഒരു താല്പര്യം എനിക്കുള്ള ആളല്ല. തെറ്റ് ചെയ്യുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കും. കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമൊന്നും സൂക്ഷിക്കാറേയില്ല. ഇതിലിപ്പോൾ ഈ ഞങ്ങളുടെ 2020 എന്ന രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാ നേതാക്കന്മാരും, അതിപ്പോൾ KM മാണി സാറ് മുതൽ TM ജേക്കബ്, എല്ലാ പാർട്ടിയുടെയും ഉമ്മൻചാണ്ടി സാറ് എല്ലാവരുമായിട്ട് ഇവരുടെയൊക്കെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്, ഓഫീസുകളിൽ പോയിട്ടുണ്ട്. അത്ര നല്ലൊരു സുഹൃത്ത് ബന്ധം നിലനിർത്തിയിരുന്ന ഒരാളാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിക്കോട്ടെ, പിണറായി വിജയനായിക്കോട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, അതിലുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ടും. ഇതിപ്പോൾ എൻ്റെ പിതാവായിട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധമാണ്. ഇതിപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയ ഒരു ബന്ധമല്ല. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരത്തെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ PK വാസുദേവൻ നായർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും അനിയനും പോലെ അവർ ഉള്ളൊരു ബന്ധമായിരുന്നു അത്. അപ്പോൾ അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, ഇനി BJPയുടെ നേതാക്കന്മാർ, രാജഗോപാൽ, ഇവരൊക്കെ കുടുംബ സുഹൃത്തുക്കളായിട്ടിരുന്ന ആളുകളാണിത്. അപ്പോൾ ഇന്ന പാർട്ടി എന്നല്ല. ഇപ്പോൾ നമ്മുടെ പാണക്കാട് ശിഹാബ് തങ്ങൾ, പുള്ളി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35 ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് ചികിത്സ നടത്തിയിട്ടുള്ള ഒരാളാണ്. കോടിയേരി വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്, പിണറായി വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാർ, ഇപ്പോൾ ശ്രീനിവാസൻ ചികിത്സ നടത്തിയിട്ടുണ്ട്, സുരേഷ് ഗോപി ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ, ജയറാം ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എൻ്റെ പിതാവിൻ്റെ ഈ ഒരു ബിസിനസ് മേഖലയിലുള്ള വളർച്ചയും, അതുപോലെ തന്നെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു വൈദ്യനെ പോലെ ചികിത്സയിൽ പഠിച്ച് അത് ചികിത്സ നടത്തിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പിണറായി വിജയനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നതും ഇത്രയും ഒരു വലിയ അടുത്ത ബന്ധം ഉണ്ടാകാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ 2020 വന്നതിന് ശേഷം രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ട് ഇവരെയൊക്കെ ഞാൻ എതിർക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് ഞാനൊരു ശത്രുവായി. അപ്പോൾ ഞാനത് വീണ്ടും ചെന്ന് ആരെയും വീണ്ടും ചെന്നല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ പാച്ചപ്പ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണത്. ഇപ്പം സ്വന്തം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും പിണറായി വിജയൻ വന്ന് കാണുകയുണ്ടായി അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അപ്പം അത്രയും അടുത്ത ആത്മബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് പിണറായി വിജയനെ നേരിട്ട് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അത് സംസാരിക്കാൻ അത്ര മടി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ എല്ലാവർക്കുമുള്ളൊരു സംശയമുണ്ട്. കാരണം പിണറായി ഞങ്ങളുടെ കുടുംബമായിട്ടുണ്ടായിരുന്ന ബന്ധം എനിക്ക് തോന്നുന്നില്ല ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുതലേ 2005 മുതലാണ് 2005-ലാണ് അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് ഇവിടെ വരുന്നതും. അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം ഞങ്ങളുടെ കുടുംബമായിട്ടുണ്ടായത്. ഞാൻ പിണറായി വിജയൻ്റെ കൂടെ 2016 അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ കൂടിയത് തന്നെ എൻ്റെ മനസ്സിൽ, ഞാൻ ഈ 2012 രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ നാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലെ ഒരു ചെറിയ പാർട്ടിക്ക് ഈ കേരളം മാറ്റിയെടുക്കാനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാധിക്കില്ല. അപ്പം ഞാൻ കണ്ട ഒരു എളുപ്പ വഴി, അത് ഈ പിണറായി വിജയനുമായിട്ട് കൂടി അതിനെന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ 2005 മുതൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, നീതിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ഇടമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇരട്ടച്ചങ്കൻ. ഒരു പരിധി വരെ അത് ശരിയായിരുന്നത്, എന്തും ചെയ്യാനായിട്ട് തൻ്റെ ഇടമുള്ളൊരു മനുഷ്യനായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത്, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ കൂടി നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹമായിട്ട് വളരെ അടുത്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ചർച്ച ചെയ്തു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു ദിവസം മുഴുവനായിട്ടും ചർച്ച ചെയ്യാറുണ്ട് ഈ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് പദ്ധതികൾ എൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്
ആ ആശയങ്ങൾ എഴുതി കൊടുത്ത് അദ്ദേഹം അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, എന്താ വികസന പദ്ധതികളാണോ അതോ എല്ലാ തരത്തിൽ സാമൂഹ്യ പദ്ധതികളായിക്കോട്ടെ, വികസന പദ്ധതികളായിക്കോട്ടെ, അതായത് 2016 മുതൽ 2021 വരെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 80% കാര്യങ്ങളും ഞാനായിട്ട് എൻ്റെ ബുദ്ധിയിൽ ഉണ്ടാക്കി എടുത്ത് എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആളുകൾ പറയും ഇതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണെന്ന്. അതൊരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയില്ല. കാരണം ഇതെല്ലാം റെക്കോർഡിൽ ഞാനായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതാണ്. 2 ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ മുഴുവനായിട്ടിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 2 ആഴ്ചയിൽ ഒരു ദിവസമാണത്. അപ്പോൾ ഒരു വർഷം ചുരുങ്ങിയത് ഒരു 20-24 ദിവസം ഞങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അത് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പല വിദേശ യാത്രകളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനില്ലാതെ ഒരിക്കലും അദ്ദേഹം കേരളം വിട്ടുപോയിട്ടില്ല. കേരളം വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക്, ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ല. അപ്പോൾ ഞാൻ ആ ഒരു യാത്രകളിലൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. 2016 പിണറായി വിജയനല്ല 17-ലായത്, 18-ലായത്, 19-ലായത്. ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പ്രവർത്തന ശൈലിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ്. എന്താ വ്യത്യാസം വന്നു? ഒന്ന്, അദ്ദേഹത്തിന് കുടുംബത്തോടുള്ള ആ ഒരു അമിതമായിട്ടുള്ള വാത്സല്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വിദേശയാത്ര നടത്തുന്നതിൽ തെറ്റില്ല. ആ വിദേശ യാത്ര നടത്തുമ്പോൾ നമ്മൾ കുടുംബത്തെയും കുട്ടികളെയും കൊണ്ടുപോകുന്നത് തെറ്റില്ല. അത് പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ നികുതി പണം കൊണ്ടാവരുത്. പിന്നെ അതുപോലെ അദ്ദേഹം വിദേശത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കുന്ന ആർഭാടങ്ങൾ ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പിണറായി വിജയനാണെന്നേ പറയുള്ളൂ. അത്രമാത്രം ആർഭാടത്തിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ലക്ഷങ്ങൾ, 4-5 ലക്ഷങ്ങൾ ഒരു രാത്രിക്ക് മുടക്കുന്ന, ഒരു രാത്രി താമസിക്കാൻ വേണ്ടി മുടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇപ്പോൾ ഞാനൊരു വ്യവസായിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജോയി ആലൂക്കാസാണ് ഇവിടുത്തെ 1ാമത്തെ ധനികൻ കേരളത്തിൽ. അതുപോലെ ലൂലുവിൻ്റെ യൂസഫ് അലി, അവർ പോലും ഇത്രയും ആർഭാടത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ നികുതി പണം എടുത്ത് ഇത്രമാത്രം ആർഭാടത്തിൽ ജീവിക്കുന്ന കണ്ടപ്പോൾ ആണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഞാനാകുന്നത്. അവിടെയാണ് ഞങ്ങൾ തമ്മിൽ വിയോജിപ്പുണ്ടായത്. താങ്കളത് പരസ്യമായി പ്രകടിപ്പിക്കുകയാണോ ചെയ്തത്? അതോ അതിൽ പല കാര്യങ്ങൾ, അതോ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നോ, അതോ നേരിട്ട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞോ ഇത്തരത്തിൽ ഞാൻ ശരിയല്ല, വഴി തെറ്റാണെന്ന് പറഞ്ഞോ? എങ്ങനെയാ? ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കുന്ന ആളുകളാണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഇഷ്ടത്തോടെ അല്ലെങ്കിലും പലപ്പോഴും അദ്ദേഹം അത് മാറ്റാനായിട്ട് നിർബന്ധിതനായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഞാൻ പൂർണ്ണമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ജീവിതത്തിൽ ഒരു ബില്യണയർ എങ്ങനെ ജീവിക്കുമോ അതിനേക്കാൾ ആർഭാട രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ താമസവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എല്ലാം വിഡ്ഢികളായിട്ട്, അവരെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട്
ഇത്രയും കോടികൾ ചെലവാക്കി ഇതുപോലെ ദൂർത്തടിക്കുമ്പോൾ അത് ജനങ്ങളുടെ പൈസയാണെന്ന് ഓർക്കണം. ഇവിടെ പാവപ്പെട്ടവൻ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് അതിനെ നിയന്ത്രിക്കേണ്ട, അതിന് പരിഹാരം കാണേണ്ട ഒരു നേതാവ് അവരുടെ നികുതി പണം എടുത്ത് തന്നെ ഇത്രമാത്രം ധൂർത്തും ആർഭാടത്തോടെയും ജീവിക്കുന്നത്. അവിടെയാണ് ഞാൻ തെറ്റിയത്. അപ്പോൾ ആശയപരമായിട്ട് പൊരുത്തപ്പെടില്ല. അങ്ങനെ ഒരാളായിരുന്നില്ല അദ്ദേഹം 2015-ലും 2016-ലും 2005-ലും. ഞാൻ പരിചയപ്പെട്ട ആളായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ, പകലും രാത്രിയും പോലെയുള്ള മാറ്റങ്ങളല്ല വന്നത്. ഒരു പകലും വർഷങ്ങളും പോലെയുള്ള മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണത്. അപ്പം ഞാൻ മാറി. ഈ ആർഭാട ജീവിതം മാത്രമാണോ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് താങ്കൾക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒരുമിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട്? അല്ല, അത് ഒരു വിഷയമാണെന്നാണ് പറയുന്നത്. അത് തന്നെ നമ്മളിപ്പോ ഒരാളുമായിട്ട് നല്ല സൗഹൃദത്തിലിരിക്കുന്ന ആളുകൾ തമ്മിൽ തെറ്റുമ്പോൾ ഒരു കാരണം മാത്രമായിരിക്കണമെന്നില്ലല്ലോ നമ്മൾ തെറ്റാൻ. അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ബന്ധം ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ. ബന്ധം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തോന്നായിരിക്കത്തില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ കുറേ നേരം ഇരുന്ന് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുന്നു. അപ്പൊ അതിനിടയിൽ നമ്മൾ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടാവും. അപ്പൊ അത് മാത്രമായിരുന്നോ താങ്കളുടെ ഒരു പ്രശ്നം? ഞാൻ എന്തിനു വേണ്ടി അദ്ദേഹവുമായിട്ട് അടുത്തോ അതിന് വിപരീതമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് വന്നു. എന്താണോ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത്, ഞാൻ എന്തിനു വേണ്ടിയിട്ട്, ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ, ഞാനിപ്പോൾ 5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. എൻ്റെ വ്യക്തിപരമായിട്ടോ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ളോ ഒരു കാര്യം പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കാര്യവും ഞാൻ നേടിയിട്ടില്ല എന്നുള്ളതാണത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടിയിട്ടാണ്. അത് അങ്ങേരിൽ കൂടി നടക്കില്ല എന്നുള്ള എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാറി. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. ഭയമുണ്ടോ തുറന്നു പറയുന്നതിൽ? എനിക്ക് ഭയമുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പറയുന്നതിന് ഭയമുണ്ട്. എനിക്ക് ഈ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, പരസ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടമുള്ള ആളാണ് ഞാൻ. അതുപോലെ പറയുന്ന ഒരാളുമാണ് അദ്ദേഹവും. ആയിക്കോട്ടെ, അല്ലേ? അല്ലാതെ തർക്കമില്ലല്ലോ അല്ലേ? ഞാനേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അങ്ങേർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പിന്നീട് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല ഒരുമിച്ച് ഒന്ന് സംസാരിക്കാനോ ഒന്നും? ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണോ? എന്താണ് അതിനകത്ത് തീർപ്പെടുക്കാൻ? ഇത് എനിക്ക് നഷ്ടപ്പെട്ട ഒരു നല്ല സുഹൃത്ത്, താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അദ്ദേഹം ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഒരാളായിട്ട് അടുത്തോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബന്ധം തുടരുന്നതിൽ കാര്യമില്ല. പിന്നെ അത് പാച്ചപ്പ് ചെയ്യുക എൻ്റെ ഒരു ആവശ്യമായിരുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒരു കാര്യം പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ കൂടിയതും. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം ഞാൻ എന്താണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതിന് മുന്നിലത്തെ ഭരണകാലത്ത് എന്താണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിൻ്റെ അടുത്ത ചോദ്യം തന്നെ അതാണ്. അതായത് LDF സർക്കാരിന് വേണ്ടിയിട്ട് എന്താണ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു സംഭാവന നൽകി, അല്ലെ എങ്ങനെയാണ് അതിനെ LDF സർക്കാരിനെ താങ്കൾ സഹായിച്ചു എന്ന് പലപ്പോഴുമായിട്ട് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണത് ഒന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ? ഇല്ല, ഇപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം മാത്രമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് 16-21 പിണറായി സർക്കാർ നടപ്പിലാക്കിയ 80% കാര്യങ്ങളും ഞാനായിട്ട് ഉണ്ടാക്കി, അത് പഠിച്ച് മനസ്സിലാക്കി. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല,
അതിനുവേണ്ടി ഒരു ടീം തന്നെ ഉണ്ടാക്കി ആ ടീമുകൾ ഓരോ വിഷയങ്ങളും ശാസ്ത്രീയമായിട്ട് പഠിച്ച് ഒരു ലോങ് ടൈം വിഷനോട് കൂടിയിട്ടാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു ലേമാൻ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്നല്ല. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ അതിൽ നടത്തിയത്. അവിടെയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ ചിലർ പറയുന്നു പിണറായി വിജയന് ഞങ്ങളുടെ തെലങ്കാന ഫാക്ടറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകൾ ഞാനും പുള്ളിയുമായിട്ടുണ്ടായിട്ടില്ല. അങ്ങനെയാണ് കേൾക്കുന്നത് പുറത്തുനിന്ന്. അതിപ്പോൾ ആളുകൾക്ക് ഏത് വേണമെങ്കിലും പറയാലോ. നമുക്ക് ഈ ഇപ്പോൾ ആര് വേണമെങ്കിലും എന്തും പറയാം, പക്ഷെ അതിനൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ BJP നേതാക്കന്മാരുമായിട്ട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിണറായി വിജയന് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര രൂപ കൊടുത്തു, അദ്ദേഹം ഇത്ര ആവശ്യപ്പെട്ടു, വെറുതെ എന്തെങ്കിലും എയറിൽ അടിച്ചു വിട്ടിട്ട് എന്താ കാര്യമുള്ളത്?